അങ്ങനെ മഹിമ വക്കീലിൻ്റെ വീട്ടിൽ ഓർഡർ ചെയ്ത ആ സാധനം ഡെലിവറി ചെയ്തതിന് ശേഷം അവിടെ നിന്നും തിരിച്ച് സ്കൂട്ടിയിൽ പോയിക്കൊണ്ടിരിക്കുമായിരിക്കും. പെട്ടെന്നാണ് കേട്ടോ മഹിമയ്ക്ക് വക്കീലിൻ്റെ പെരുമാറ്റത്തിലൊക്കെ എന്തോ ഒരു സംശയമുള്ളതായിട്ട് ഫീൽ ചെയ്തത്. എന്തോ ഒരു പന്തികേട് ആ വീട്ടിൽ തോന്നിയതായിട്ട് മഹിമയ്ക്ക് തോന്നുവാണ്. അങ്ങനെ മഹിമ തിരിച്ച് വീണ്ടും വക്കീലിൻ്റെ വീട്ടിലേക്ക് പോകുവാണ് കേട്ടോ. മഹിമ അങ്ങനെ വാതിലിൻ്റെ അവിടെ നിന്ന് വക്കീലെന്ന് പറഞ്ഞ് വിളിക്കുവാണ്. കോളിംഗ് ബെല്ലും അടിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടും അനക്കൊന്നുമില്ല. പെട്ടെന്നായിരിക്കും വാതിലിൻ്റെ അരികിൽ രക്തത്തുള്ളികൾ ഇങ്ങനെ കിടക്കുന്നത് മഹിമ ശ്രദ്ധിക്കുന്നത്. അങ്ങനെ അതുകൊണ്ട് മഹിമ അങ്ങ് ഷോക്കാകുകയാണ്. അങ്ങനെ ആ രക്തത്തുള്ളികളുടെ പിന്നാലെ മഹിമ അകത്തേക്ക് കയറി ചെല്ലുമ്പോഴേക്കും അവിടെ കാണുന്നത് മുകുന്ദൻ താഴെ തറയിൽ ബോധമില്ലാതെ കിടക്കുന്നതാണ്. കയ്യിൽ നിന്നാണെങ്കിൽ രക്തം ഒഴുകുന്നതും കണ്ട് മഹിമ അങ്ങ് ഞെട്ടിപ്പോകുവാണ്. ഈശ്വര, എന്താ പറ്റിയത്? വക്കീലെ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ടെങ്കിലും മുകുന്ദനെ എണീക്കുന്നൊന്നുമില്ല കേട്ടോ. ഈ സമയം എന്തു ചെയ്യണം എന്നറിയാതെ ടെൻഷൻ അടിച്ച് നിൽക്കുമായിരിക്കും മഹിമ. പെട്ടെന്ന് മഹിമ ഫോൺ എടുത്ത് ഫോണിൽ ഗിരിയെ വിളിക്കുവാണ്. നടന്ന കാര്യങ്ങളെല്ലാം ഗിരിയെ അറിയിക്കുവാണ് കേട്ടോ. അങ്ങനെ ഈ വാർത്ത അറിയുന്നതും ഞെട്ടിത്തെറിച്ച് നിൽക്കുന്ന ഗിരിയെയാണ് പ്രമോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്